ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവൻ ആ കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് എപ്പോഴും ഉമ്മ വെക്കുന്ന എന്തിനാ? പ്രതാപ, ഇവള് പ്രസവിച്ച ഈ കുഞ്ഞ് നിന്റേതല്ല. വന്നേ, വാ. എന്തിനാ നിങ്ങള് മുറി പുറത്തുനിന്ന് വലിച്ചടച്ചേ? എന്തിനാ മുറി അടച്ചേന്നോ? നീ കാണിക്കുന്ന ഈ വിശ്വാസവഞ്ചനെ എന്റെ മോനെ നേരിട്ടൊന്ന് ബോധ്യപ്പെടുത്താൻ. വിശ്വാസവഞ്ചനയോ? ചേച്ചി ഒന്ന് മാറി ചേച്ചി. നീ ഇത്രയും വൃത്തികെട്ടോടും വഞ്ചകയാണെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. പ്രതാപൻ, നീ തെറ്റിദ്ധരിക്കരുത്, ഇത് ചതിയാണ്. ഒരക്ഷരം മിണ്ടരുത്. ഒരു സഹോദരനെ പോലെ നിന്നെ സ്നേഹിച്ചവനാ ഞാൻ. ആ നീ എന്റെ ഭാര്യയായി. പ്രതാപൻ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നാളെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് പത്മ നിനക്ക് തരാൻ എന്നെ കൊണ്ട് കുറച്ച് ഗിഫ്റ്റുകൾ വാങ്ങിപ്പിച്ചു. ഞാനത് കൊടുക്കാനായി മുറിയിൽ വന്നപ്പോ പുറകെ വന്ന ഇവള് മുറി പുറത്തു നിന്ന് പൂട്ടുകയായിരുന്നു. പിന്നെ ഗിഫ്റ്റുകള് എങ്കിലേ ആ ഗിഫ്റ്റുകൾ എന്താന്ന് പ്രതാപനെ ഒന്ന് കാണിച്ചേ. ഇതാണോ ഗിഫ്റ്റിന്റെ പാക്കറ്റ്? അതെ, സർപ്രൈസ് ഗിഫ്റ്റായി നാളെ ഞാൻ പ്രതാപേണ്ണ കൊടുക്കാനിരുന്നതാ. ഇത്തരം ഷർട്ടുകൾ പ്രതാപൻ ഇടാറുണ്ടോ? ഇത്രയും ഷർട്ടല്ല ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞത്. ഞാൻ മേടിച്ചതല്ല. പ്രതാപൻ പാന്റ് ഇടാറുണ്ടോ? ഇത്തരം ചെരുപ്പുകള് പ്രതാപൻ ഇടാറുണ്ടോ? അതിരിക്കട്ടെ, ഇമാതിരി വാച്ചുകളാണോ പ്രതാപൻ കെട്ടാറുള്ളത്? ഇതൊക്കെ ചതിയാണ്. ഇതിൽ എന്തൊക്കെയോ തിരുമറി നടന്നിട്ടുണ്ട്. തിരുമറി? ഇതേ ഇവന് വേണ്ടി ഇവള് വാങ്ങിയ ഗിഫ്റ്റുകളാ. നാളെ വെഡിങ് ആനിവേഴ്സറിയാ. അതിന്റെ തലേ ദിവസം കൂടി ഇവനെ മുറിയിൽ കയറ്റി ഇമ്മോറലായി ഇടപെടുകയും ഗിഫ്റ്റുകൾ കൊടുക്കാനും നീ ചെയ്തതിന്റെ തെളിവാ ഇതൊക്കെ. പ്രതാപേട്ട, മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ ഇവരീ പറയുന്നേ. നമ്മളെ തമ്മിൽ അകറ്റാനും നമ്മുടെ ബന്ധം തകർക്കാനും വേണ്ടിയാ ഇവരിതൊക്കെ ചെയ്യുന്നത്. ദയവ് ചെയ്ത് പ്രതാപേട്ട ഇത് വിശ്വസിക്കരുത്. നിന്നെ വിശ്വസിച്ചതും പ്രാണതുല്യം സ്നേഹിച്ചതുവാ എന്റെ തെറ്റ്. നിന്നെ തിരിച്ചറിയാൻ വളരെ വൈകിപ്പോയി. പ്രതാപേട്ട, ഞാൻ നിരപരാധിയാ. നീ നിരപരാധിയോ? നീയും ഈ നിൽക്കുന്നവനും തമ്മിലുള്ള നാണം കെട്ട ബന്ധം അത് ഞാൻ വളരെ മുന്നേ മനസ്സിലാക്കിയതാ. രാഷ്ട്രീയത്തിന്റെ തിരക്കിലെ പ്രതാപൻ ഓടി നടക്കുമ്പോ ഇവനൊപ്പം ജീവിക്കുകയായിരുന്നു. നിർത്തടി. ഞാൻ പറയൂടി, എടി ഞാൻ എല്ലാം വിളിച്ചു പറയും. എന്റെ ആങ്ങളെ ചതിക്കാനേ ഞാൻ സമ്മതിക്കില്ല.
പ്രതാപൻ ഇവിടെ ഇല്ലാത്ത പല രാത്രികളിലും ഇവനെ വിളിച്ച് മുറി കയറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ, ഇവള് പക്കാ ക്രിമിനലാ. ഇവളെ ഞാൻ കൊല്ലും. തൊട്ട് പോരുന്നില്ല ചേച്ചിയെ. നിന്നെ ഇവിടെ ഞാൻ ഇവിടെ എടുത്ത് തീർത്തളയും. പ്രതാപേട്ട, നമ്മുടെ ജീവിതം ഇല്ലാതാക്കാനാ ഇവരിതെല്ലാം ചെയ്യുന്ന. നിങ്ങളത് തിരിച്ചറിയണം പ്രതാപേട്ട. എന്റെ ആംഗ്ലയുടെ ജീവിതം നശിക്കരുത്. ഇനിയെങ്കിലും ഈ സത്യങ്ങൾ ഇവൻ അറിയണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ചേച്ചി, നിന്റെ ചേച്ചി നിന്നോട് പറയുന്നതിലൊക്കെ അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എടാ ഇവളുടെ കോൾ ഹിസ്റ്ററി പരിശോധിക്കണം. അല്ല, ഒരു തെളിവ് ഞാൻ ഇപ്പൊ തരാം. പ്രതാപേട്ടൻ താമസിച്ചേ വരൂ. ജഗന്നാഥേട്ടൻ ആരും കാണാതെ ഇതും കൊണ്ട് മുറിയിലേക്ക് വന്നാ മതി കേട്ടോ. ആരും കാണാതെ നോക്കണേ. പോരെ, ഇത്രയൊക്കെ തെളിവുകൾ പോരെ? കിടപ്പറയില് വരെ നിന്നെ ചതിക്കുന്നൊരു ഭാര്യയെ നിനക്ക് എന്തിനാടാ പ്രതാപ? ഇവൻ ആ കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് എപ്പോഴും ഉമ്മ വയ്ക്കുന്ന എന്തിനാ? പ്രതാപ, ഇവള് പ്രസവിച്ച ഈ കുഞ്ഞ് നിന്റേതല്ല. ആ കുഞ്ഞ് ജഗന്നാഥന്റെയാ. അത് തെളിയിക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ നിനക്ക് നാണക്കേടാട്ടാ. നാട്ടുകാര് അതും കൂടി അറിഞ്ഞാ പിന്നെ നിനക്ക് തൂങ്ങിച്ചത്താ പോരെ? അന്തസ്സും അഭിമാനം ഉള്ളതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പൊ തല്ലുകയോ കൊല്ലുകയോ ചെയ്യുന്നില്ല. പക്ഷെ ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി.